പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം റോമൻസ് 12:2. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുക്കൾക്ക് നന്മ ചെയ്യുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷി പറയരുത്. ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കർത്താവ് പറഞ്ഞതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ഭൂരിപക്ഷത്തിൻ്റെ പുറത്താണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് കാംക്ഷിക്കുന്നത് അത് ശരിയാണെന്നുള്ള ഒരു സങ്കല്പം. ഒരിക്കലും ഭൂരിപക്ഷം ശരിയാകണമെന്ന് യാതൊരു നിയമവുമില്ല. പലപ്പോഴും ആ മൈനോറിറ്റി ആയിരിക്കും ശരി. സത്യത്തിൻ്റെ പാതയിൽ പോകുന്നവർ കുറവായിരിക്കും. ഈ ലോകത്തിൻ്റെ നിയമമാണ് എന്തിനും എല്ലാത്തിനും ഭൂരിഭാഗം നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ നിയമം ആ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ നിയമം. പിന്നീട് പറയുന്നു, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക. മനസ്സിൻ്റെ നവീകരണം. എപ്രകാരമാണ് മനസ്സ് നവീകരിക്കപ്പെടുന്നത്? നമ്മൾ വചനം പഠിക്കുകയും വചനം ധ്യാനിക്കുകയും അനുദിനം ആ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയും ഇടയ്ക്കിടെ ആത്മശോധന ചെയ്യുകയും എന്തൊക്കെയാണ് ഞാൻ വചനാധിഷ്ഠിതമായി ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് എനിക്ക് പാളിച്ചകൾ പറ്റുന്നത്, അത് ചിന്തയിലാകാം, വാക്കിലാകാം, പ്രവൃത്തിയിലാകാം, കേൾവിയിലാകാം, എപ്പോഴൊക്കെയാണ് എനിക്ക് പാളിച്ചകൾ പറ്റുന്നത് എന്ന് നിരന്തരം ഒന്ന് ഇൻട്രോസ്പെക്റ്റ് അല്ലെങ്കിൽ ആത്മശോധന അനുദിനം ഒരു പ്രാവശ്യമെങ്കിലും കർത്താവെ എവിടെയൊക്കെയാണ് എനിക്ക് തെറ്റുപറ്റുന്നതെന്ന് സമാധാനമായി ഇരുന്ന് ആലോചിച്ച് അവയെ ഓവർകം ചെയ്യാൻ കർത്താവിനോട്, അതിനുള്ള കൃപ കർത്താവിനോട് കേൾക്കുകയും ചെയ്യുക വഴി നമ്മുടെ മനസ്സിനെ നവീകരിക്കാൻ, അപ്രകാരം രൂപാന്തരപ്പെടുത്താൻ, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും.
ഇന്നത്തെ കാലഘട്ടത്തിൽ വിവേചനാശക്തി വളരെ അത്യന്താപേക്ഷിതമാണ്. ആളുകൾ അല്ലെങ്കിൽ ജനക്കൂട്ടങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അന്ധമായി അതിനെ ഫോളോ ചെയ്യുന്നതിന് പകരം അവ കർത്താവിന് നിരക്കുന്നവയാണോ എന്ന് വിവേചിച്ചറിയുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. ഇന്നത്തെ കാലത്ത് മനുഷ്യരായിട്ടുള്ള ആരും നമ്മളെ ശരിയായ പാതയിലൂടെ നയിക്കുമെന്ന് യാതൊരു പ്രത്യാശയും വേണ്ട. നമ്മുടെ പ്രത്യാശ കർത്താവിങ്കലാണ്. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വചനങ്ങളിലാണ്. ദൈവമേ, ഞങ്ങളെ നവീകരിക്കണമേ. അനുദിനം ഞങ്ങളെ നവീകരിക്കണമേ. ആ നവീകരണം വഴി കൂടുതൽ അങ്ങയെപ്പോലെ ആകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു കർത്താവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്, അഡോർ ജീസസ് ക്രൈസ്റ്റ്, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.